ബി.ജെ.പിയിലെ ഭിന്നത സംസ്ഥാന പ്രസിഡന്റ് നേതൃമാറ്റം വരെ നീളുമോ എന്ന ചോദ്യങ്ങൾക്കിടയിൽ കൂടിയാണ് ബി.ജെ.പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ പാലക്കാട് ചുമതലയേൽക്കുന്നത്. പ്രശാന്ത് ശിവനാണ് ഇന്ന് Q18-ൽ നമുക്കൊപ്പം. സ്വാഗതം പ്രശാന്ത്. 35 വയസ്സ് എന്ന പ്രായത്തെ മുൻനിർത്തിക്കൊണ്ട് ചുമതല എങ്ങനെ നൽകും എന്ന് ചോദിച്ചവരോടൊക്കെ ഈ കുറച്ച് സമയം കൊണ്ട് മറുപടി നൽകി കഴിഞ്ഞു. അതാണ് ആദ്യ ചോദ്യം. 35 വയസ്സ് എന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. ബി.ജെ.പിയുടെ പല മുഖ്യമന്ത്രിമാരുടെയും പ്രായം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ധാരാളം യുവാക്കൾ കടന്നു വരുന്നുണ്ട്. അത്തരത്തിൽ വരുന്ന യുവാക്കൾക്ക് അവസരങ്ങളുടെ ഒരു കലവറയാണ് ഭാരതീയ ജനതാ പാർട്ടി. അത്തരത്തിൽ വരുന്ന യുവാക്കൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇത്തരത്തിലൊരു വിശ്വാസം എന്നിൽ അർപ്പിച്ചുകൊണ്ട് ഈ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെയുള്ള ഫോളോയിങ്ങിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഫോളോയിങ് കൂടുകയും ചെയ്യുകയും ചെയ്തു. ഒരല്പം ഗൗരവം കുറച്ച് കാണുന്നുണ്ടോ ഒരു പക്ഷേ ആൾക്കാർ? പല രീതിയിൽ പല ആളുകൾ അവർ കാണുന്ന അതിൻ്റെ ഒരു ആംഗിളിൻ്റെ രീതിയിൽ അവർ കാണുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇത്തരത്തിൽ ഓരോരുത്തർക്ക് ഓരോ മേഖലയിൽ താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു പൊതുരംഗത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലഘട്ടം മുതൽ തന്നെ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖയിലൂടെ പോയി വളർന്ന ഒരാളാണ്. അതുകൊണ്ട് പൊതുരംഗത്തെ പ്രവർത്തിക്കുക, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുക, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നത് അതൊരു പാഷനായി കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഏതെങ്കിലും ഒരു ആകസ്മികമായി വന്നുപെട്ടതല്ല. നിരന്തരമായി ഇത്തരത്തിൽ ഒരു താല്പര്യത്തോടു കൂടി പാഷനോടു കൂടി കാണുന്നു. പിന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, അതിനുള്ള കഴിവ് എനിക്കില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബോധ്യം എനിക്കുണ്ട്. പാലക്കാട്ടെ സംഘടനയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അഭിപ്രായങ്ങൾ, അത് എല്ലാ ആളുകൾക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഈ പാർട്ടി ഫോറത്തിൽ പറയുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ആ ഒരു അഭിപ്രായ സ്വരൂപണത്തിലൂടെ ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെ തീരുമാനമായി വരണമെന്ന നിർബന്ധമൊന്നും ആർക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവരവർക്ക് പറയേണ്ട വേദികളിൽ അവരവർ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെല്ലാം കേട്ടുകൊണ്ട് പാർട്ടിയുടെ മോൾ കമ്മിറ്റികൾ വളരെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയമാണെങ്കിലും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർക്ക് കൃത്യമായി അവരുടെ നിലപാടുകൾ അതാത് തലങ്ങളിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടിക്കകത്തുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഈ പാർട്ടിക്കകത്തുണ്ട്. അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് അതിലൂടെ ഒരു ചർച്ചയിലൂടെ അഭിപ്രായ സമന്വയം ഉണ്ടാവാറുണ്ട്. പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടിയെ മറികടന്നുകൊണ്ട് പോകുന്ന ആളുകളല്ല ഈ പാർട്ടിയുടെ ഉറച്ച പ്രവർത്തകർ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചുമതലയേൽക്കുന്ന ഒരു ചടങ്ങ് നടക്കുമ്പോൾ ദേശീയ കൗൺസിൽ അംഗം തൊട്ട് നഗരസഭാ അധ്യക്ഷ വരെ ഈ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുക. ഈ മാറി നിൽക്കുക എന്നുള്ളത് അതൃപ്തിയാണല്ലോ. ഒരു അഭിപ്രായ പ്രകടനം നടത്തി വിയോജിപ്പ് പ്രകടിപ്പിച്ച ശേഷം വന്നു എന്നല്ലല്ലോ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു അതൃപ്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന ആ ദിവസം കാലത്ത് പോലും ഈ പറഞ്ഞ ദേശീയ കൗൺസിൽ അംഗത്തിൻ്റെ ഉൾപ്പെടെ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇത്തരത്തിൽ ആ ചടങ്ങിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളുകൾ പല വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിന് തൊട്ട് മുന്നത്തെ ദിവസവും അതിനെ തുടർന്നുള്ള ദിവസങ്ങളിലും, ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു, ആ ദിവസങ്ങളിലൊക്കെ അവർ നിരന്തരമായിട്ട് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഉണ്ടായത് അത് പാർട്ടിയോടുള്ളൊരു അതൃപ്തിയായിട്ട് ഞാൻ കാണുന്നില്ല.
ഇതുവരെയും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന തരത്തിൽ ആരുടെയും ഭാഗത്തു നിന്ന്, ഈ മാറി നിന്നവരുടെ ഒന്നും ഭാഗത്തു നിന്ന് ഒരു പരസ്യ പ്രതികരണം പോലും വന്നിട്ടില്ല. എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ അകത്തുണ്ട് എന്നൊരു തോന്നൽ പുറത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ എന്തായിരിക്കും ഇവർ തയ്യാറാകാത്തത്? അല്ല, പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ പരിഹരിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പാർട്ടി ഫോറത്തിൽ എല്ലാ ആളുകളും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എല്ലാ ആളുകളും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ട്. പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് ജില്ലയിലെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് പാർട്ടിക്കെതിരെ പരസ്യമായി ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വ്യക്തിപരമായ അവരവരുടെ അഭിപ്രായങ്ങൾ എല്ലാ ആളുകളും പാർട്ടി ഫോറത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ 100 പേർക്ക് 100 തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഈ അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷം പാർട്ടിയുടെ ഏത് ഘടകത്തിലാണോ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കേണ്ടത് ആ ഘടകങ്ങളിലെല്ലാം ചർച്ച നടന്നിട്ടുണ്ട്. അതിനുശേഷം തന്നെയാണ് പാർട്ടി തീരുമാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രോബ്ലം ഇല്ലാത്ത സ്ഥിതിക്ക് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് കണ്ടെത്തിയില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. BJPക്ക് ഇതിനകത്തൊരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. RSSന്റെ സ്വാധീനവും ഇടപെടലൊക്കെ വേണ്ടി വരുന്നു. ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സന്ദേശമല്ലേ പുറത്തേക്ക് വന്നത്? അതൊക്കെ മാധ്യമങ്ങളിലൂടെ വന്ന കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമ വാർത്തകളെല്ലാം തന്നെ ഞാൻ കണ്ടതാണ്. എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ പാലക്കാട് നഗരസഭാ ഭരണം നഷ്ടപ്പെടും, 9 കൗൺസിലർമാർ രാജിവെക്കും എന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ വന്നിരുന്നു. പക്ഷേ BJPക്കെതിരെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് പോലും BJPയുടെ നേതാക്കന്മാരുടെ ഇടയിൽ നിന്നോ പാലക്കാട്ടെ പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ വരുന്ന സാഹചര്യത്തിൽ പ്രശ്നമില്ലാതെ പിന്നെ പരിഹരിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതെല്ലാം മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അകത്തുണ്ടാകുന്ന വിഷയങ്ങളും അഭിപ്രായ ഭിന്നതകളും എല്ലാം പരിഹരിക്കുന്നതിന് പാർട്ടിയുടെ കൃത്യമായ തലങ്ങളിൽ ഇടപെടലുകൾ നടത്താറുണ്ട്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, മൊത്തത്തിലുള്ള വിഷയങ്ങളിൽ. ഒരു യുവത്വത്തിന് പ്രാധാന്യം നൽകി, അതുകൊണ്ട് പ്രശാന്ത് ശിവൻ എന്ന പേര് പരിഗണിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു വിഭാഗം, ഈ പറഞ്ഞ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ തന്നെയാണെങ്കിൽ അവരോട് പ്രതികരിച്ച് പലരും എടുത്തു പറഞ്ഞത് സ്മിതേഷ് എന്നൊരു പേര്, സാബു എന്നുള്ള ആൾക്കാർ, അത് കൂടുതൽ യുവാക്കളുണ്ടായിരുന്നു. ഇവരൊക്കെ ഒന്നും കിട്ടാത്ത പ്രാതിനിധ്യം കിട്ടി പ്രശാന്ത് ശിവന് എന്നുള്ളതാണ്. യുവാക്കളാണെങ്കിൽ അവരും പരിഗണിക്കപ്പെടേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിച്ചു എന്നുള്ളതാണ് ആ സമയത്തൊക്കെ വന്നത്. അങ്ങനെ ഒരു പ്രത്യേക പ്രാധാന്യം പ്രശാന്ത് ശിവന് കൊടുത്തു, അത് അനർഹമായിട്ടുള്ള ഒരു പ്രാധാന്യമാണ് എന്നവർ ആരോപിക്കുന്നതിൽ ഒരു കഴമ്പുമില്ല. ഇതിനകത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ നിരവധി മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന്, പാർട്ടിയുടെ ഏത് തലത്തിലുള്ള ആളുകളിൽ നിന്നാണോ അഭിപ്രായം ചോദിക്കേണ്ട ആ അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷം അതിനെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിലുള്ള കോർ കമ്മിറ്റിയിൽ വളരെ വിശദമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യും. അതിനുശേഷം ഇത് ദേശീയ നേതൃത്വത്തിനടുത്തേക്ക് എത്തും. അവിടെ വളരെ കൃത്യമായി ഓരോ ആളുകളെ സംബന്ധിച്ചും പഠിച്ച്, ഇതിൽ ഞാൻ ജില്ലാ അധ്യക്ഷനായത് മറ്റു യോഗ്യരായ ആളുകൾ ഈ പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ടല്ല. എന്നേക്കാൾ യോഗ്യരായ നിരവധി ആളുകൾ പാലക്കാട് ജില്ലയിൽ പാർട്ടിക്കകത്തുണ്ട്. പക്ഷേ പാർട്ടി ഈ സമയത്ത് ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഇന്നൊരാളെ കണ്ടെത്തണം എന്ന് ദേശീയ നേതൃത്വം ആലോചിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു വെച്ചാലേ അവിടെ പ്രത്യേകിച്ച് പിന്നെ ആർക്കും യാതൊരുവിധ പ്രസക്തിയുമില്ല. ഇവിടെ കഴിവുള്ള, കപ്പാസിറ്റിയുള്ള, കാര്യശേഷിയുള്ള, കാര്യപ്രാപ്തിയുള്ള നിരവധി കാര്യകർത്താക്കന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മണ്ഡലങ്ങളിലും ജില്ലാതലത്തിലും എല്ലാം ഉണ്ട്. പക്ഷേ അവർ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പ്രസിഡന്റ് ആവാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരാളെ പാർട്ടി തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കുന്ന ആളുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. വരാനിരിക്കുന്ന സമയങ്ങളിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചപ്പോൾ ഞാനിപ്പോൾ ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട ഒരാളാണ്. ഭാവിയിൽ സ്വാഭാവികമായിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു പ്രത്യേക പരിഗണന ആർക്കും നൽകിയിട്ടില്ല. പാർട്ടിയുടെ മുകൾ തട്ടിലുള്ള കമ്മിറ്റികൾ ആലോചിച്ചെടുത്തൊരു തീരുമാനം മാത്രമാണത്. ഈ 6 വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ചവർ വേണം ജില്ലാ പ്രസിഡന്റ് ആകാൻ എന്നുള്ള ആ ഒരു മിനിമം മാനദണ്ഡം ലംഘിച്ചു. അതായിരുന്നു അന്ന് പ്രശാന്തിനെതിരെ ഉയർത്തപ്പെട്ട ഒരു കാര്യം. അതിലൊരു എക്സ്ക്യൂസോ ഒരു ഇളവോ നൽകിയതാണോ? ആരാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് എന്ന് എനിക്ക് വ്യക്തതയില്ല. എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല. അത്തരത്തിൽ പാർട്ടിയിൽ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പാർട്ടിയിൽ ഇത്തരത്തിലൊരു സർക്കുലർ
ഞാൻ കണ്ടിട്ടില്ല. ഈ എത്ര വർഷം പരിഗണിച്ച ആളുകളെയാണ് ജില്ലാ അധ്യക്ഷനാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു സർക്കുലർ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിനു മുമ്പും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനാണ്. പിന്നെ ഈ പാലക്കാട്ട് ജനങ്ങൾക്കിടയിൽ ഈ കഴിഞ്ഞ 2014, 2015, 2016, 2019 എല്ലാം തെരഞ്ഞെടുപ്പുകളിൽ വളരെ സജീവമായിട്ട് പാലക്കാട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പാലക്കാട് നഗരസഭ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള 2015 തെരഞ്ഞെടുപ്പിലൊക്കെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാർട്ടി ഘടകവും ഇവിടുത്തെ പൊതുജനങ്ങളും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രവർത്തനത്തിൻ്റെ മാനദണ്ഡം അളക്കുന്നത് പാർട്ടിയുടെ ഘടകങ്ങളാണ്. ആ പാർട്ടിയുടെ ഏത് ഘടകത്തിലാണോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കേണ്ടത്, ആ ഘടകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു തന്നെയാണ് അവർ ജില്ലാ അധ്യക്ഷനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ബെൽറ്റായിട്ട് കണക്കാക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വരെ, ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പലതരത്തിലുള്ള വിഷയങ്ങൾ വരികയും ഇങ്ങനെ ഒരു ഭിന്നതയുണ്ട് എന്ന് ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്ക് പുറത്തേക്ക് വരികയും ചെയ്തു. അതിൻ്റെ ഏറ്റവും അവസാനമാണ് പ്രശാന്ത് ചുമതലയേൽക്കുന്നതുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള വാർത്താ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്താണ് പാലക്കാട് ശരിക്കും പാർട്ടിക്ക് സംഭവിച്ചത്? പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്ന് മാത്രമല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ണാണ് പാലക്കാട് എന്ന് പറയുന്നത്. നിരവധി പോരാട്ടങ്ങൾ നടത്തി നിരവധി ബലിദാനികൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പല ഘട്ടത്തിൽ പ്രതിരോധിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത്തരത്തിൽ പോരാടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം പാലക്കാടിൻ്റെ മണ്ണിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സാധാരണ കേരളത്തിലെ നമ്മൾ പല തെരഞ്ഞെടുപ്പുകളും കണ്ടിട്ടുണ്ട്. സാധാരണ നടക്കുന്നൊരു തെരഞ്ഞെടുപ്പ് പോലെയല്ല ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നോർമൽ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മാധ്യമ ശ്രദ്ധയോ അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന പ്രവർത്തനങ്ങളോ അല്ല ഉപതെരഞ്ഞെടുപ്പിലുണ്ടാകുന്നത്. ഉപതെരഞ്ഞെടുപ്പിലെ മുഴുവൻ പാർട്ടി സിസ്റ്റവും, കേരളത്തിലെ മുഴുവൻ പാർട്ടി സിസ്റ്റവും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും ആ പാർട്ടിയുടെ മുഴുവൻ സിസ്റ്റവും പ്രവർത്തിക്കാറുണ്ട്. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ഭരിക്കുന്ന പാർട്ടികൾക്കും പ്രധാന പാർട്ടികൾക്കും തന്നെയാണ് നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ, നിങ്ങൾ പറയുന്ന തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പ്രകടിപ്പിക്കാം. ഇവിടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് യാതൊരുവിധ എതിർപ്പുമില്ല. പാർട്ടിക്ക് അങ്ങനെ ഒരു തോൽവി ഉണ്ടായത് അമിത പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് എന്ന് പ്രശാന്ത് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ പാർട്ടിക്ക് വലിയ രീതിയിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല. അതിന് തൊട്ടു മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരൻ സാറിന് ലഭിച്ച വോട്ട്, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ലോകം മുഴുവൻ ആരാധിക്കുന്ന ആളായിട്ടുള്ള അദ്ദേഹത്തിന് ലഭിച്ച വോട്ട്, അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ചിലപ്പോൾ നാളെ മത്സരിക്കുന്ന ഒരാൾക്കും അദ്ദേഹത്തിന് ലഭിച്ചതുപോലുള്ള വോട്ട് ലഭിക്കണമെന്നില്ല. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പല ആളുകളും ശ്രീധരൻ സാറിനെ വ്യക്തിപരമായി കണ്ടുകൊണ്ട് വോട്ട് ചെയ്ത ആളുകളുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ പോലും ശ്രീധരൻ സാറിനെ വോട്ട് ചെയ്തിട്ടായിട്ടുണ്ട്. പക്ഷേ പാലക്കാട് ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് അതിൽ വലിയ രീതിയിലുള്ള ചോർച്ചയൊന്നും വന്നിട്ടില്ല. നിങ്ങൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ 2021 അല്ലെങ്കിൽ 24 ലോക്സഭയിലോ ഞങ്ങൾക്ക് ഒരു 600 വോട്ട് ലഭിച്ച ബൂത്തിൽ ഇത്തവണ അത് 200 കുറഞ്ഞു എന്നുള്ള രീതിയിൽ ഏത് ബൂത്തിലും ഇല്ല. പക്ഷേ ചെറിയ ചെറിയ രീതിയിലുള്ള വോട്ടുകളുടെ ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിലെ എല്ലാ സമയത്തും ഉണ്ടാകുന്നത് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ 99 മുതൽ 2004 വരെ ഞങ്ങൾ ഭരിച്ചിരുന്നു ഇന്ത്യ മഹാരാജ്യം. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ പാലക്കാട് ഞങ്ങളുടെ സീറ്റിംഗ് സീറ്റൊന്നുമല്ല. ഞങ്ങൾ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. ഞങ്ങളുടെ മത്സരം കണ്ടുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ജയിക്കുമെന്നുള്ള രീതിയിലുണ്ടായത്. ഓരോ തെരഞ്ഞെടുപ്പുകളും കേരളത്തിൽ നടക്കുന്ന ഏത് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ മത്സരിക്കുന്ന സമയത്ത് ജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പല BJP നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രസ്താവന നടത്തിയതാണല്ലോ. അതിലൊരു കഴമ്പുമില്ല എന്ന് പ്രശാന്ത് വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് BJPയുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. BJPയുടെ കേന്ദ്ര ഘടകത്തിന് ഒരു വീഴ്ച ഒരിക്കലും സംഭവിക്കില്ല. ഇവിടെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പല ആളുകളോടും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. പല മാനദണ്ഡങ്ങളും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുള്ളത്. പിന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായി മത്സരിക്കുവാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ
പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അദ്ദേഹം അത് അനുസരിച്ചു. പാർട്ടി തീരുമാനപ്രകാരം അദ്ദേഹം മത്സരിക്കുവാൻ തയ്യാറായി. പിന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് BJPയുടെ ദേശീയ ഘടകം വളരെ വ്യക്തമായി തന്നെ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടുള്ളത്. സി കൃഷ്ണകുമാർ ഒരു ഫേസ്ബുക്കിൽ ഒരു പടമിടുക, താങ്കളും സി കൃഷ്ണകുമാറും ഉള്ളത് ഒരു ചിത്രമെടുക്കുക. സി കൃഷ്ണകുമാറിന്റെ നോമിനിയാണെന്ന് പ്രശാന്ത് ശിവൻ എന്നുള്ള പറച്ചിലൊക്കെ തന്നെയും ആ സമയത്ത് വന്നതാണ്. അതിനൊക്കെയുള്ള മറുപടി കൂടിയാണോ ഇപ്പോൾ ഈ നൽകിയത്? ഇത് ഇത്തരത്തിൽ ചോദിച്ചു. ഇപ്പം ഞാൻ നരേന്ദ്രമോദിയോടൊപ്പമുള്ള പടം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നരേന്ദ്രമോദിയുടെ നോമിനിയാണെന്ന് പറയാൻ പറ്റുമോ? ഇനി നാളെ ഞാൻ മറ്റു നമുക്ക് വ്യക്തിബന്ധമുള്ള മറ്റു ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആരുടെയും ഒരാളുടെ പടം സാമൂഹ്യ മാധ്യമത്തിൽ ഞാനും അവരും കൂടെ നിൽക്കുന്ന പടം വരുന്ന സമയത്ത് അത് അവരുടെ നോമിനിയായിട്ട് കാണാൻ പറ്റും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ പാർട്ടി അത്തരത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ നോമിനികളെ തുരുക്കി കയറ്റുന്ന ഒരു സിസ്റ്റമൊന്നും ഈ പാർട്ടിക്കകത്തില്ല. ഈ പാർട്ടി വളരെ കൃത്യമായി താഴെ തലം മുതൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച് വരുന്ന ആളുകൾക്ക് അവരുടെ കഴിവിന് അംഗീകാരങ്ങൾ ധാരാളം നൽകുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഇവിടെ അത്തരത്തിൽ ഒരാളുടെ നോമിനിയായിട്ട് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ പാർട്ടിക്ക് അതിൻ്റേതായ സിസ്റ്റം ഉണ്ട്. ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുള്ള പാർട്ടിയാണ്. അത്തരത്തിലുള്ള ആളുകൾ അവരുടെ പ്രവർത്തനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം ലഭിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ, ഇത്തരത്തിൽ പാർട്ടി നൽകുന്ന അംഗീകാരങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ പാർട്ടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നോമിനി ആയിട്ടുള്ള ആളുകളൊന്നുമില്ല. പാലക്കാട് സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് സ്വാധീനിക്കപ്പെടുന്ന ചില സമുദായങ്ങളെ കൂടി നോട്ടമിട്ടുകൊണ്ടാണ് ഇത്തരം ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടുകൂടിയാണ് പ്രശാന്ത് ശിവൻ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആയത് എന്ന് പറയുന്നവരുമുണ്ട്. അതിലും കഴമ്പില്ല. അതിനകത്ത് പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ സമുദായത്തിൻ്റെ ആളുകളെയും പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മൾ ഇത്തവണത്തെ 27 ജില്ലാ പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് പരിഗണിച്ച സമയത്ത് വനിതകൾക്ക് 4 വനിതകളെ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും 4 വനിതാ ജില്ലാ അധ്യക്ഷന്മാരെ വെച്ച ഒരു പാർട്ടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നപ്പെട്ട ആളുകൾ, ഏത് ജാതിയോ സമുദായമോ അങ്ങനെ പ്രത്യേകിച്ച് യാതൊരുവിധ എന്താ പറയുക ഒരു പ്രത്യേക പരിഗണനയോ പ്രീണനമോ നൽകാതെ സമസ്ത മേഖലയിൽ നിന്നുമുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. പ്രത്യേകിച്ച് ഒരു സമുദായത്തിനോട് പ്രത്യേകിച്ച് മമത കാണിക്കേണ്ട ആവശ്യം പാർട്ടിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ എല്ലാവരും ഒരു ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് BJPയുടെ പ്രവർത്തകരെന്ന് പറയുന്നത്. ആ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെ അവരുടെ കഴിവിനനുസരിച്ച് മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് പാർട്ടിയുടെ ഒരു പോളിസി തന്നെയാണ്. ഈ തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് വരുത്തി തീർക്കുക, ഇങ്ങനെ കുറേ വാർത്തകളിലേക്കൊക്കെ എത്തിക്കുക, സന്ദീപ് വാര്യരാണോ ഇതിൻ്റെ പിറകിൽ ചരട് വലിച്ചത്? അങ്ങനെ പാലക്കാട് BJP കരുതുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കരുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പാലക്കാട് ജില്ലയിൽ കേവലം ഒരു ചടങ്ങ് മാത്രമായിട്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നടക്കേണ്ടിയിരുന്ന ഒരു ചെറിയൊരു ചടങ്ങ് മാത്രമായിട്ടുള്ള ഒരു പ്രൊസീജിയറിനെ എല്ലാ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും എല്ലാവരും കൂടെ ഒത്തു പരിശ്രമിച്ചു കൊണ്ടിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോളോവേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടിയെന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു സ്റ്റേറ്റ് വൈഡോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു റീച്ച് ഉണ്ടാക്കി തന്നതിന് നിങ്ങളോട് എല്ലാവരോടും ആദ്യം നന്ദി പറയാണ്. പിന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു സന്ദീപ് വാര്യരെന്നൊക്കെ, അദ്ദേഹം BJPയെക്കുറിച്ചും സംഘപരിവാറിനെക്കുറിച്ചും മാത്രം സ്വപ്നം കണ്ടുകൊണ്ടും നടക്കുന്ന ഒരാളാണ്. ഉറക്കത്തിൽ ഞാൻ കേൾക്കുന്നത് ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ആൾ ഉറക്കത്തിൽ BJP എന്ന് പറഞ്ഞ് ഞെട്ടി എണിക്കുന്നുണ്ടെന്ന് അറിയാത്തത്. അദ്ദേഹം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരത്തിനുള്ളിൽ ഒരു 10 തവണയെങ്കിലും BJPയെ തെറി പറഞ്ഞില്ലെങ്കിൽ അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ കാര്യമാക്കി എടുക്കുന്നേ ഇല്ല. സന്ദീപിൻ്റെ വാക്കുകളൊന്നും ഇവിടെ ഒരു എന്താ പറയുക, അതിനൊന്നും പ്രത്യേകിച്ച് യാതൊരുവിധ പ്രസക്തിയുമില്ല. അതൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. സന്ദീപ് വാര്യർ പറയുന്നത് ഇതിപ്പോൾ പരിഹരിച്ചാലും അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇതെല്ലാം പുകഞ്ഞ് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനക്കോട്ട കെട്ടണ്ട എന്നുകൂടിയാണ് പ്രശാന്ത് പറയുന്നത് അല്ലേ? അല്ല, അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവറെ പോലും കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത ആളാണ് BJPയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്.
ഇവിടെ പ്രത്യേകിച്ച് ഇതൊന്നും ഒരു എഫക്റ്റേ അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. പാർട്ടിയുടെ അടിത്തറ വളരെ ശക്തമാണ്. ഇവിടെ ഒരാളും നേതാക്കന്മാരായിട്ട് വളർന്നു വരുന്നില്ല. ഈ പാർട്ടിയെ വളർത്തുന്നത് ഈ പാർട്ടിയുടെ പ്രവർത്തകരാണ്. പ്രവർത്തകരുടെ കഷ്ടപ്പാടിൻ്റെയും വിയർപ്പിൻ്റെയും മുദ്രാവാക്യത്തിൻ്റെയും ബലത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാ നേതാക്കന്മാരും ഉയർന്നു വന്നിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നിരവധി പ്രവർത്തകന്മാർ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം തന്നെയാണ്. ഇപ്പോൾ ഒരാളിപ്പോൾ ഞാൻ നാളെ രാജിവെച്ച് ഈ പാർട്ടിയിൽ നിന്ന് പോയാലും ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ നാളെ ഈ പാർട്ടി എതിർത്താലും ഈ പാർട്ടി ശക്തമായി തന്നെ മുന്നോട്ട് പോകും. കാരണം ഈ പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ പ്രയത്നത്തിൻ്റെയും വിയർപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പ്രശാന്ത് ഒരു കൊലക്കേസ് പ്രതിയാണ്, അതുകൊണ്ട് തന്നെ അതെന്ത് സന്ദേശമാണ് ബി ജെ പി നൽകുന്നത് അങ്ങനെ ഒരാളെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിൽ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതൊരു രാഷ്ട്രീയ ഒരു കൊലപാതക കേസാണോ? അതെന്തെങ്കിലും ഒരു വിശദീകരണം നൽകേണ്ട കാര്യമുണ്ട് എന്ന് പ്രശാന്തിന് തോന്നിയിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് യാതൊരുവിധ വിശദീകരണം നൽകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോടതിയിൽ നടക്കുന്ന ഒരു വ്യവഹാരമാണത്. പിന്നെ കോടതി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ വരെ പൊതുരംഗത്ത് പ്രവർത്തിച്ച ആളുകളുള്ള പാർട്ടിയാണ് ഇന്ത്യയിൽ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹം കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയായിരുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജാമ്യത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. വളരെ ജിം ഫ്രീക്കൊക്കെ ആയിട്ടുള്ള ഒരാളാണ് പ്രശാന്ത്. ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കാലം മാറുന്നതനുസരിച്ച് മാറ്റം വേണമെന്നൊക്കെ ഉള്ള ഒരു ചർച്ചയൊക്കെ നടക്കുമ്പോൾ യുവമോർച്ച പോലും ഇതിനകത്തുനിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണുള്ളത്. പ്രശാന്ത് ഏത് തരത്തിലുള്ള അഭിപ്രായമൊക്കെ നോക്കുന്ന ആളാണ് ഇക്കാര്യം? ഞാൻ അതിനകത്ത് വ്യക്തിപരമായി ആ വിഷയത്തിലെ അഭിപ്രായം ഈ സമയത്ത് ഞാനിപ്പോൾ പറയുന്നില്ല. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇതിൻ്റെ ധാർമ്മിക ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന് എടുക്കുന്ന തീരുമാനം എന്താണോ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംഘടനയിൽ തന്നെ നിരവധി വിവിധ ക്ഷേത്ര സംഘടനകളുണ്ട്, സാമുദായിക ആചാര്യന്മാരുണ്ട്, ഇത്തരത്തിലുള്ള ധർമ്മ പ്രചാരകന്മാരുണ്ട്. അവരെല്ലാവരും കൂടിയാലോചിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായ രീതിയിലുള്ള ഒരു തീരുമാനം അതിലെടുക്കും. ആ തീരുമാനത്തോടൊപ്പം ഒത്തൊരുമിച്ച് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ ഷർട്ട് വിവാദം അടക്കം യുവമോർച്ച വിഷയത്തിലൊന്നും പറയാതിരുന്നത് അതുകൊണ്ടാണോ? അതായത് അതിൽ അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു മാറ്റമോ വാക്കോ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണ്ട എന്ന് തന്നെ വിചാരിച്ചിട്ടാണോ? അല്ല, ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആധ്യാത്മികപരമായും അല്ലെങ്കിൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് അതിൻ്റെ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധാർമ്മിക പ്രചാരകന്മാരായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള വിശ്വാസികളുടെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്ന ആളുകൾ, അവരൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്യട്ടെ. അവരൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അവരെടുക്കുന്ന തീരുമാനം ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനം അവരെടുക്കില്ല. ആ തീരുമാനമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. ചുമതലയേറ്റതിനു ശേഷം ബ്രൂവറി വിഷയത്തിലാണ് രാഷ്ട്രീയപരമായിട്ട് ഇടപെടുന്നത് പ്രശാന്ത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഇനിയും അങ്ങോട്ട് കത്തിക്കാനുള്ള സാധ്യത ബി ജെ പി കാണുന്നുണ്ടോ? അതിൽ ചോദ്യത്തിൽ ചെറിയൊരു തീർത്തുണ്ട്. ചുമതല ഏറ്റെടുത്തതിന് ശേഷമല്ല, ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നേയും ഈ ബ്രൂവറി വിഷയം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ തുടങ്ങിയിരുന്നു. ആ സമരത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഇവിടെ പാലക്കാട്ടെ ബ്രൂവറി വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആശങ്ക ഇവിടുത്തെ പൊതുജനങ്ങൾക്കിടയിലുണ്ട്. രണ്ട് തരത്തിലാണ് പറയുന്നത്. മലമ്പുഴയിൽ നിന്നുള്ള കുടിവെള്ളം ഉപയോഗപ്പെടുത്തും, 5 ഏക്കറിൽ മഴവെള്ള സംഭരണിയും ഉപയോഗപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും പ്രായോഗികമായി നടപ്പിൽ വരുന്നൊരു സംഭവമല്ല. ഇവിടെ ഈ പദ്ധതി പ്രദേശത്തിൻ്റെ അനുബന്ധ സ്ഥലങ്ങളെല്ലാം തന്നെ മഴനിഴൽ പ്രദേശങ്ങളാണ്. അവിടെ ഈ വാങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ ഇവിടെ വരണ്ട പ്രദേശങ്ങളിൽ കാണുന്ന തരത്തിലുള്ള കള്ളിമുൾ ചെടികൾ ഉൾപ്പെടെ വളർന്നിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ ഭൂഗർഭ ജലത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവിടെയുണ്ട്. മഴവെള്ള സംഭരണി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ അത്രത്തോളം മഴയുടെ അളവ് കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ അളവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ പഞ്ചായത്തിലെ, എലപ്പുള്ളി പഞ്ചായത്തിലെ രാമശ്ശേരി പ്രദേശത്തു നിന്നുള്ള ആളുകൾ തൊട്ട പഞ്ചായത്തിൽ പോയിട്ടാണ് കുടിവെള്ളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളി ആ പ്രദേശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്, ഭയമുണ്ട്. ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന നേതൃത്വം മുഖം മാറ്റത്തിന് ഒരുങ്ങണം, അങ്ങനെ ഒരു അഭിപ്രായം. ഇപ്പം യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് പ്രശാന്ത് വന്നത്. അങ്ങനെ ഒരു മുഖമാറ്റം സംസ്ഥാന നേതൃത്വ തലത്തിലും വേണം എന്ന് പ്രശാന്ത് കരുതുന്നുണ്ടോ?
സംസ്ഥാന തലത്തിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുൻപെങ്ങും ഇല്ലാത്ത വലിയൊരു സ്വീകാര്യത ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലൊരു ചോദ്യത്തിനിടയിൽ പറഞ്ഞുപോയി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ച വോട്ട് ഷെയർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ബി ജെ പിക്ക് ലഭിക്കാത്ത ഏറ്റവും വലിയ വോട്ട് ഷെയർ, ഏകദേശം 20% ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെൻറ്റ് അംഗത്തെയും വിജയിപ്പിക്കാനായിട്ട് സാധിച്ചു. 2019 ഒറീസയിലെ ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 20% താഴെയായിരുന്നു. 2024 ആ ഒറീസ സംസ്ഥാനം ഭരിക്കുന്നതെന്ന് ബി ജെ പിയാണ്. ഇതേപോലെ തന്നെയാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ ബി ജെ പിയുടെ സംസ്ഥാന തലത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ചെറുപ്പക്കാരായ ആളുകളാണ് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വമാണ് സംസ്ഥാന അധ്യക്ഷൻ്റെയും ജില്ലാ അധ്യക്ഷൻ്റെയും ഒക്കെ കാര്യങ്ങളിൽ അത്യന്തികമായ തീരുമാനം എടുക്കേണ്ടത്. ശക്തമായി തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഓരോ ബി ജെ പി പ്രവർത്തകരുടെയും ബി ജെ പി കാര്യകർത്താക്കന്മാരുടെയും ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. ഏതായാലും പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ യുവനിരയുടെ സാന്നിധ്യമായി പ്രശാന്തും അതിനകത്തുണ്ടാകട്ടെ എന്നുള്ള ആശംസ കൂടി QH-നൊപ്പം ചേർന്നതിന് ഏറെ നന്ദി.